കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്ന ദിവസം മുഹമ്മദ് കോയ വളരെയധികം മദ്യപിച്ചിരുന്നു. മദ്യത്തിന്റെ ആസക്തിയിൽ കൃഷ്ണപ്രിയയോടുള്ള അയാളുടെ ലൈംഗിക ആവശ്യം കുറച്ചുകൂടി ഉത്തേജിച്ചു എന്ന് വേണം പറയാൻ. കളിച്ചിരിയുമായി നടന്നു നീങ്ങിയ കൃഷ്ണപ്രിയയെ അയാൾ വലിച്ചിഴച്ച് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രൂരമായി പീഡിപ്പിച്ചു. ജീവനു വേണ്ടിയുള്ള ആ കുഞ്ഞിന്റെ നിലവിളികൾ വിജനമായ പ്രദേശമാകെ അലയടിച്ചു. രക്ഷകരായ ആരും തന്നെ എത്തിയില്ല. അവളെ പിച്ചു ചീന്തി തന്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ മുഹമ്മദ് കോയ കൃഷ്ണപ്രിയയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അവളുടെ കുഞ്ഞു ശരീരത്തിൽ നിന്നും ജീവന്റെ അവസാന കണിക മായുന്നതും അയാൾ കണ്ടാസ്വദിച്ചു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് കോയയുടെ കൊലയാളി ശങ്കരനാരായണൻ ആയിരിക്കുമെന്ന് നാട്ടുകാർക്ക് പോലും സംശയമില്ലായിരുന്നു. രണ്ട് നെഞ്ചിലും വെടിയേറ്റ് ശരീരമാകെ കയറുകൊണ്ട് ചുറ്റിവരിഞ്ഞ് കല്ലുകെട്ടി പൊട്ടക്കിണറ്റിൽ താഴ്ത്തി നിലയിലായിരുന്നു മുഹമ്മദ് കോയയുടെ മൃതദേഹം. അധികം വൈകാതെ തന്നെ ശങ്കരനാരായണൻ താൻ തന്നെയാണ് മുഹമ്മദ് കോയയെ കൊന്നതെന്ന് പോലീസിന് മുന്നിൽ കുറ്റസമ്മതവും നടത്തി. പുറത്തിറങ്ങിയ ശേഷവും താനാണ് തന്റെ മകളുടെ ഘാതകനെ കൊന്നതെന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോഴും നീതിന്യായ വ്യവസ്ഥയും പോലീസും ഒക്കെ ആ അച്ഛന്റെ തുറന്നു പറച്ചിലുകളോട് കണ്ണടക്കുകയാണ് ചെയ്തത്. മകൾക്ക് പകരമാവില്ല മറ്റൊന്നിനുമെന്ന തിരിച്ചറിവിലും നീതി നടപ്പാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെ ഒടുവിൽ മകളുടെ അടുത്തേക്ക് ശങ്കരനാരായണനും പോയി. ഭൂമിയിൽ അവൾക്ക് ബാക്കി വെച്ച സ്നേഹവാത്സല്യങ്ങളൊക്കെ നിറച്ച് ശങ്കരനാരായണൻ കടന്നു പോകുമ്പോഴും നീതി നിഷേധത്തിന്റെ കഥകളും അവസാനിക്കുന്നില്ല.